പി മനുപ്രസാദ്, PSCയുടെ സംവിധാനത്തിൽ അപ്പാടെ ചില പാളിച്ചകളുണ്ട്. അതാണ് ഒരുപക്ഷെ ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ആ പദവികളിൽ ഇരുന്നുകൊണ്ട് പലരെയും പലതും ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഈ സംവിധാനത്തിൽ അടിമുടി ഒരു ഉടച്ചുവാർക്കൽ വേണ്ടേ എത്രയും പെട്ടെന്ന്? തീർച്ചയായും അതിലൊന്നും ഒരു സംശയവുമില്ല. ഉടച്ചു വാർക്കലെന്ന് മാത്രമല്ല, പൂർണ്ണമായ ശുദ്ധീകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കാൻ ആരെങ്കിലുമൊക്കെ പരിഹരിക്കാൻ മറ്റാരെങ്കിലും തയ്യാറാകുമോ എന്നുള്ള പ്രതീക്ഷ ഇനി വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ചർച്ചയിലുടനീളം കോൺഗ്രസിൻ്റെ പ്രതിനിധി ചില കാര്യങ്ങൾ ഉയർത്തി. കേരളത്തിലെ യുവാക്കളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ LDFിൻ്റെ പ്രതിനിധിയും ബഹുമാനപ്പെട്ട രണ്ടുപേരും ആവർത്തിച്ചു പോയത് കേരളത്തിന് പുറത്ത് അതിർത്തികളിലേക്കാണ്. അതിലൊരു സംശയവുമില്ല, അതിലൊരു ആശങ്കയുമില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഈ ചർച്ച നടക്കുന്ന സമയത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി കിടക്കുന്ന യുവാക്കളെക്കുറിച്ച്, എങ്ങനെ പട്ടിണി കിടക്കുന്നു, പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് അർഹതപ്പെട്ടൊരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി കാലങ്ങളായി കാത്തിരുന്നവർ അവിടെ കിടക്കുമ്പോൾ അവരെ ഡൽഹിയിലേക്ക് പോകരുതെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. പോകുന്ന വഴിക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതെ കൊഞ്ഞനം കുത്തുന്ന ഒരു പ്രതിനിധിയെ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഞാൻ കാണാൻ സാധിച്ചു. എന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയും ABVPയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തതായി ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഞങ്ങളാരും കണ്ടില്ല എന്നുള്ളതാണ്. മാളത്തിനുള്ളിൽ അടങ്ങിയിരിക്കാനും ജീവിക്കാനും വിധിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായി പെട്ടതുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങളൊന്നും കാണാൻ കേൾക്കാൻ പറ്റാതെ പോയതുകൊണ്ടായിരിക്കാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ പേപ്പർ ചോർന്നു, അക്ഷമനാവരുതങ്ങ്. പരീക്ഷാ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് NDA കാര്യങ്ങൾ കണ്ടെത്തി. അപ്പോഴത്തേക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ഈ ജനങ്ങളോട് ആദ്യം പറഞ്ഞു, അങ്ങ് പറഞ്ഞതിനെല്ലാം എണ്ണി മറുപടി പറയും. നീറ്റ് പരീക്ഷ ചോർന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പത്രസമ്മേളനം നടത്തി പറഞ്ഞ വാക്ക്, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഈ സംഭവം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. മറച്ചു വയ്ക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു, മറച്ചു വയ്ക്കാമായിരുന്നു. എന്നാൽ ഒരാളുടെ പോലും നീതി നിഷേധിക്കപ്പെടരുത് എന്ന ശക്തമായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ആ പരീക്ഷ ക്യാൻസലാക്കാതെ മറ്റൊരു വഴിയില്ല. കാരണം ആ പേപ്പർ ചോർന്നിട്ടുണ്ട്. ചോർന്ന പേപ്പർ മറച്ചു വെച്ച് അനധികൃതമായി ഇതിൽ കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഡോക്ടർ ആയിക്കോട്ടെ എന്ന് തീരുമാനമെടുത്ത് മുഖം രക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കള്ളത്തരം കാണിച്ചില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പ്രസ്താവന ഇറക്കി. തൊട്ടടുത്ത ദിവസം CBIയുടെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം ഇതിന് കുറ്റക്കാരായ ആളുകളെ പിടിച്ചു, അവരെ തുറങ്കലിലടച്ചു. അതിനുശേഷം ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമിതിയെ രൂപീകരിച്ചു. ആ സമിതി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ ഭരണത്തിന് കീഴിൽ ഇങ്ങനെ കുമിളകള പോലെ മുളച്ചു പൊങ്ങിയ പേപ്പർ ലീക്കുകൾ നടത്താനുള്ള മാഫിയകൾ വ്യാപകമായി നിലനിൽക്കുന്നത് കുറച്ചു കൊണ്ടുവരുന്ന ഇടപെടലുകളാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ എയിംസിൻ്റെ പേപ്പർ ലീക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിട്ട് ഒരു തരത്തിലുമുള്ള പ്രതിഷേധമോ ഒരഭിപ്രായമോ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല എന്ന് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഓർക്കണം. ഒരു നിയമവും കൊണ്ടുവന്ന്, ഒരു സംവിധാനവും കൊണ്ടുവന്ന് ഒരാളെയും പിടിച്ച് ജയിലിലിട്ട് ഒരു വിദ്യാഭ്യാസ മന്ത്രിയും രാജിവെച്ചില്ല എന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്നും കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കണം. അപ്പോഴാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു മന്ത്രി, യുവമോർച്ചയുടെ പ്രസ്താവനയുണ്ടായിരുന്നു, ABVPയുടെ സമരമുണ്ടായിരുന്നു, കുട്ടികളോടൊപ്പം നിൽക്കണമെന്നും അവരെ ആശങ്ക പരിഹരിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായി. രണ്ടാമത് കുറ്റമറ്റതായ രീതിയിൽ പരീക്ഷ നടത്തി, റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഇന്ന് അഭിമാനത്തോടു കൂടി കുട്ടികൾ പരീക്ഷയുമായി പല കോളേജുകളിലും അഡ്മിഷൻ എടുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമായ ഒന്ന്, കുട്ടികൾക്ക് സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് ഇന്ത്യയിൽ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഈ രാജ്യത്ത് രാജിവെച്ചതിന് ശേഷം തീരുന്നതല്ല. കാരണം യുവമോർച്ചയും ABVPയും ഒക്കെ ഉയർത്തിയത് ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ രാജ്യത്ത് നടക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചു. പരീക്ഷയുടെ പേപ്പർ ലീക്ക് നടത്തുന്ന കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വെച്ചു. പ്രതിപക്ഷത്തോട് ക്രിയാത്മകമായി ചർച്ച ചെയ്യാൻ വിളിച്ചു. 10 കോടി രൂപയും 10 വർഷം തടവും ഇതുപോലുള്ള ക്രിയാത്മകമായ തീരുമാനങ്ങൾ എടുക്കുന്ന ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ കുറ്റക്കാരായ മാഫിയകളെ ജയിലിൽ
ജയിലിലടക്കുന്ന നിയമമുണ്ടാക്കാൻ പ്രതിപക്ഷത്തെ വിളിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് സമയമില്ല. അവിടെ വന്ന് അലമ്പുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു തലത്തെ കൊട്ടേഷൻ സംഘങ്ങൾക്കുള്ളിലെ തമ്മിലടികൾ കണ്ടുശീലിച്ചവരെ പോലെ വന്ന് ഒരു നിയമം പാസ്സാക്കാൻ പോലും സംഭവിക്കാതെ അതിന് അലമ്പുണ്ടാക്കുന്ന കൂട്ടരായി ഇവർ മാറുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. പക്ഷേ നിങ്ങൾ ആ സമരത്തിൻ്റെ ഭാഗമായി ഉയർത്തിയ, വിദ്യാർത്ഥികൾ ഉയർത്തിയതല്ല, അതിനെ കാണാൻ പോയവർ, ഹൈജാക്ക് ചെയ്യാൻ പോയവർ, അതിനെ ആഗസ്റ്റ് 15 വരെ കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ചവർ ഉയർത്തിയ ഉമർ ഖാലിദിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിളിച്ചുകൂട്ടിയ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ അവിടെ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ട്, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. ഇതേ മാനദണ്ഡം വെച്ച് കേരളത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ PSCയുടെ പരീക്ഷ 1.5 ലക്ഷം പേർ പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ സെൻറ്ററിലേക്ക് വണ്ടി പിടിച്ചു പോകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടപ്പോൾ വണ്ടിക്കൂലിയെങ്കിലും കൊടുക്കാൻ VD സതീശൻ തയ്യാറായോ? വന്ന് പറയാൻ, മറുപടി പറയാൻ തയ്യാറായോ? പരീക്ഷ എഴുതാൻ പോയവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ തന്നെ ചോർന്നു പോയിരിക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന 1.5 ലക്ഷത്തിലധികം ആളുകൾ പരീക്ഷ എഴുതുന്ന ഹാളിൽ അതിലേതാണ്ട് 8 പേർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാറി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അവരുടെ കയ്യിലേക്ക് ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവരുടെ കയ്യിൽ രാവിലെ കിട്ടിയില്ല എന്ന് വെച്ചോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നല്ലോ. ആ ക്വസ്റ്റ്യൻ പേപ്പറുമായി ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയ്ക്ക് അതേ സെൻറ്ററുകളിൽ പരീക്ഷ എഴുതുന്ന ആളുകൾ ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. ഈ VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സമയത്ത് ആലപ്പുഴയിൽ ചോർന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ PSC ഉദ്യോഗാർത്ഥികളും പരീക്ഷ എഴുതാൻ പോയിട്ട് പല ജോലികളും മാറ്റിവെച്ചിട്ട്, അന്നുള്ള കൂലി മാറ്റിവെച്ചിട്ട്, തൻ്റെ കുഞ്ഞിനെയും കുട്ടികളെയും മറ്റു പല സ്ഥലങ്ങളിലും ഏൽപ്പിച്ചിട്ട് അവരുടെ അമ്മമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും അവരുടെ കുടുംബങ്ങളെയും നോക്കേണ്ട സമയത്തിന് അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പറഞ്ഞ സെൻറ്ററുകളിലേക്ക് വണ്ടി കയറിപ്പോയി ഇടുക്കിയിലും മലപ്പുറത്തും വയനാടുമൊക്കെ പോയി പരീക്ഷ എഴുതാൻ പോയ ആളുകളുണ്ടല്ലോ. അവരോട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളൊരു അനൗൺസ്മെൻറ്റ് നടത്തിയില്ലേ? പരീക്ഷാ പേപ്പർ രാവിലെ ചോർന്നു പോയി, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം, അടുത്ത പരീക്ഷ നടത്തുമെന്ന്. പരീക്ഷ നടത്തിയോ? പരീക്ഷ നടത്തിയില്ല. VD സതീശൻ മിണ്ടിയില്ല. രാജിവെച്ചില്ല. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എളുപ്പില്ലാതെ വിളിച്ചു പറയുന്ന കൂട്ടത്തിൽ കോൺഗ്രസ് മിണ്ടിയോ?